കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എഗ്ഗ് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് ബജി എങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം എന്ന് വീഡിയോ കണ്ടൊന്ന് നോക്കാം. മുട്ട ബജിയുടെ ചേരുവകൾ നോക്കാം. ഞാൻ ഒരു 4 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ നമ്മളുടെ ബജിയുടെ മാവിലനുസരിച്ച് നമ്മൾക്ക് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഒരു 50 ഗ്രാം കടലമാവ്, ഒരു 25 ഗ്രാം മൈദ, അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇത് കായപ്പൊടി, പിന്നെ പാം ഓയിൽ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേരുവകളാണ് എഗ്ഗ് ബജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കാം. ഞാൻ കടലമാവും അതേമാതിരി തന്നെ മൈദയും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും നമ്മൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി അധികമാകരുത്, ഓയിൽ വലിച്ചെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അല്പം സോഡാപ്പൊടി ഇടാവൂ. ഇത് നന്നായി മിക്സ് ചെയ്ത മാവാണ്. ഇത് നമ്മൾക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, അതൊന്ന് ശ്രദ്ധിക്കുക. ഈ മാവ് ഒന്ന് പുളിക്കുന്ന നേരം കൊണ്ട് നമ്മൾക്കിതിൻ്റെ ബജിയുടെ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കാം. ഞാനൊരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം വിനാഗിരി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, അല്പം വെള്ളം, ഇത്രയുമായിട്ടാണ് ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം സവാള ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതി. പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചമ്മന്തി റെഡി ആയതിന് ശേഷം ഒഴിക്കാവുന്നതാണ്. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മിക്സിയുടെ ചെറിയ ജാറുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ജാറ് ചെറുത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മീഡിയം ജാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ജാറിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിയിൽ ഉപ്പോ പുളിയോ എന്തോ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് അവസാനം ഇതിനകത്ത് ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1/4 സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്ക് ഈ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബജി നമ്മൾക്ക് ആസ്വാദികരമായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ബജിയുടെ കൂടെ ചമ്മന്തിയും കൂടി ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാം ഓയിൽ നന്നായിട്ട് തിളച്ചെടുക്കുന്നുണ്ട്. ശരിക്കും തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ബജി ഇടാനായിട്ട്. ബജിയും നന്നായി മാവിൽ മുക്കി നമ്മൾക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഇത് തീ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തേക്കൊക്കെ എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് ബജി ഉണ്ടാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു പകുതി ഫ്ലെയിമിൽ ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്കൊരു 10-30 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊന്ന് ഫ്രൈ ആയി നമുക്ക് അതിൻ്റെ നിറം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളുടെ മുട്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊരു സ്റ്റെയിനറിലേക്ക് ഇതിനെ കോരി മാറ്റാം. ബജി നല്ല പക്ക ബജി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് നമ്മുടെ മാവിൻ്റെ കൂട്ട് നല്ല കറക്റ്റ് ആണെങ്കിൽ ഓയിലൊട്ടും പോവുകയില്ല. മുട്ട കഷ്ണത്തുമെല്ലാം നന്നായിട്ട് അതൊരു കോട്ടിങ്ങായിട്ട് നമുക്ക് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ബാലൻസുള്ള മുട്ട കൂടി നമ്മൾക്ക് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മൾ മുട്ട ബജി കായ ബജിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അല്പം ബജി മാവ് ബാലൻസ് വരും എന്തായാലും. ഈ ബജി മാവ് നമ്മൾ കളയാൻ നിൽക്കരുത്. ഒരു സവാള നമ്മൾക്ക് സ്ലൈസ് ചെയ്ത് ഒരല്പം വേപ്പിലും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ഈ ബാക്കി വന്ന മാവിൽ മിക്സ് ചെയ്ത് ഈ ഓയിലിൽ തന്നെ നമുക്ക് സവാള ബജി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാലൻസ് വരുന്ന മാവ് നിങ്ങൾ കളയാൻ നിൽക്കണ്ട. ആ മാവിൽ നമ്മൾക്ക് സവാള ഇട്ടിട്ട് ആ ഉള്ള മാവ് കൊണ്ട് ബജിയും സവാള ബജിയും നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ മാവിനെ നമുക്ക് അങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും നമ്മൾ മുമ്പ് ചെയ്ത മാതിരി ഒരല്പം സമയം കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ആ കളറ് ഒന്ന് ഫ്രൈ ആയി വരുന്ന കളറാകുമ്പോൾ നമ്മൾക്കത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പും ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾക്ക് സ്റ്റെയ്നറിലേക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക, കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് വളരെ കുറവാണ്. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.